മലയാളത്തിലെ 12 മാസങ്ങളിൽ അവസാന മാസത്തെ പേരാണ് കർക്കിടകം. കേരള സർക്കാർ പ്രസിദ്ധീകരണങ്ങളിലും മലയാള നിഘണ്ടുക്കളിൽ, പഞ്ചാംഗങ്ങളിൽ, സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒക്കെ കർക്കിടകം എന്ന രൂപത്തിൽ പ്രചാരത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വാക്കാണ്. ഒരു മാസത്തിൻ്റെ പേരാണ് കർക്കിടകം. പിന്നെ കർക്കടകം രാശിയും ലഗ്നവും ജാതകത്തിലൊക്കെ പറയുമ്പോൾ കർക്കടകം എന്നാണ് പറയുക. അത് സംസ്കൃത രൂപമാണ്. കർക്കിടകം മലയാള മാസത്തിൻ്റെ പേരും കർക്കടകം സംസ്കൃതത്തിൽ പ്രധാനമായിട്ടും ജ്യോതിഷത്തിൽ രാശിയും ലഗ്നവുമൊക്കെ പറയുന്നതാണ്. മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ കർക്കിടക മാസം, കർക്കിടക വാവ്, കർക്കിടക കഞ്ഞി, കർക്കിടക ചികിത്സ എന്ന് മാത്രമേ പറയാറുള്ളൂ. കർക്കടക രാശി, കർക്കടക ലഗ്നം. അപ്പോൾ കേരളത്തിന് മാത്രമുള്ളിടത്തൊക്കെ കർക്കിടകവും കേരളത്തിലല്ലാത്ത പുറത്തുള്ളതൊക്കെ കർക്കടകവും ആണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ഭേദം. ഇപ്പോൾ ചുരുക്കത്തിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി കർക്കിടകത്തിൻ്റെ എന്ന് വെച്ചാൽ കേരളത്തിലെ കർക്കിടകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, പിതൃതർപ്പണത്തിൻ്റെ, രാമായണ വായനയുടെ ഏറ്റവും പഞ്ഞമാസം എന്നൊക്കെയാണ് പറയാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പിതൃസ്മരണയിലും രാമായണത്തിനുമൊക്കെ പ്രാധാന്യമുള്ള ഒരു വലിയ കേരളത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ മരിച്ചവരെ ഓർക്കുന്ന ചടങ്ങ്, ശരീരം ആത്മാവും തിരിച്ചറിയുന്ന ആത്മീയമായ അനുഭവത്തിൻ്റെ കാലം, ധർമ്മ പ്രചാരണത്തിന് പറ്റിയ സമയം. രാമായണത്തെക്കാൾ പ്രഗത്ഭമായ ഒരു ധർമ്മശാസ്ത്രം വേറെയില്ല. അപ്പോൾ രാമായണം വായിക്കുക എന്ന് പറയുന്നത് തന്നെ ധർമ്മത്തെ അറിയാനുള്ള ഒരു സമയം. ഇതുകൊണ്ട് എല്ലാം കൊണ്ടും പ്രാധാന്യമുള്ള ഒരു സമയമാണ് കർക്കിടകം എന്ന് പറയുന്ന മാസം. കർക്കടക അമാവാസി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശരീരം നശ്വരമാണെങ്കിലും ആത്മചൈതന്യം അനശ്വരമാണ് എന്ന സത്യത്തെയാണ്. അതുകൊണ്ട് പിതൃസ്മരണം ദുഃഖത്തിൻ്റെയോ വേർപാടിൻ്റെയോ മാത്രം അനുഭവമല്ല. അവർ ഈ ലോകത്ത് നിന്ന് പോയിട്ടേ ഉള്ളൂ, ഇല്ലാതായിട്ടില്ല. രൂപത്തിൻ്റെ അതിരുകൾക്കപ്പുറം ആ ബന്ധം തുടരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാത്രയുടെ കാലമാണ് കർക്കടക അമാവാസി അടുപ്പിച്ചിട്ടുള്ള കാലങ്ങളൊക്കെ. ഗുരുപൗർണിമ, പിതൃ അമാവാസി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുപൗർണിമ വരുന്നതും പിതൃ അമാവാസി വരുന്നതും വെളിച്ചം നൽകുന്ന, അറിവ് നൽകുന്ന, സ്വന്തം ആത്മസ്വരൂപത്തെ പിതൃപരമ്പരകളുമായിട്ടുള്ള ബന്ധം, അഖണ്ഡമായിട്ടുള്ള ബന്ധം തിരിച്ചറിയാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചിന്തനീയമായ കാര്യങ്ങളുടെയൊക്കെ കാലം. അതുകൊണ്ട് കർക്കടകം വെറും ആചാരമായിട്ടോ ഗുരു, പിതൃ, ദൈവം എന്നീ 3 അനുഗ്രഹങ്ങളുടെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ഗുരു, പിതൃ, ദൈവം, ഈ 3 അനുഗ്രഹ ധാരകളും ബന്ധിപ്പിക്കുന്ന ആത്മസ്വരൂപത്തിനെ നയിക്കുന്ന ആത്മബോധത്തെ, ആത്മധർമ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാലം. പിതൃതർപ്പണം വേർപെട്ടിട്ടുള്ളവർക്ക് ഒരു സമർപ്പണമായിട്ട് കരുതണ്ട. വേർപെടില്ലെന്ന ആത്മസത്യത്തിൻ്റെ തിരിച്ചറിവാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഭേദം. പറഞ്ഞു, കേരളത്തിൻ്റെ ആത്മീയമായ സാംസ്കാരികമായ പൈതൃകം കർക്കടകം, കർക്കിടക മാസം. പ്രകൃതിയും കുടുംബം
പൂർവികന്മാരിലേക്ക്, ഗുരുക്കന്മാരിലേക്ക്, എല്ലാം തൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്ന സ്വരൂപങ്ങളിലേക്ക് മിറർ പോലെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലമാണ്. പഞ്ഞമാസം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, ചികിത്സയുടെ മാസമായിട്ടാണ് കരുതാറുള്ളത്. കർക്കിടക കഞ്ഞി, കർക്കിടക വാവ്, കറുത്ത മഴ പെയ്യുമ്പോൾ, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന കാലത്ത് അകത്ത് വെളിച്ചം തെളിയിക്കുകയാണ്. പുറമെ എത്ര പ്രശ്നങ്ങളുണ്ടായാലും അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ, യാത്ര കുറയുമ്പോൾ, അകത്തേക്കുള്ള യാത്ര കൂടുമ്പോൾ, അന്നത്തിൽ ആശങ്കയുണ്ടാവുമ്പോൾ മനസ്സിന് ആശയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, അതുകൊണ്ട് കർക്കിടകം ഒരു തരത്തിൽ കേരളത്തിൻ്റെ ഒരു ഇൻവേർഡ് ലുക്കിംഗ് മന്ത്, അന്തർമുഖതയുടെ മാസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഞാൻ എന്നിൽ നിന്ന് മാത്രം ആരംഭിച്ച ഒരാളല്ല എന്ന ബോധം ഉള്ളിലേക്ക് നോക്കുമ്പോൾ പിതൃസ്മരണകളിലൂടെ നമ്മുടെ അടിസ്ഥാനത്തെ കണ്ടെത്താനുള്ള ഒരു സമയമായി നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് മുമ്പ് നടന്നവരെ ഞാൻ മറന്നിട്ടില്ല. അവർ നൽകിയ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുക. അപ്പോൾ എൻ്റെ മുന്നിലുള്ള പിതാമഹന്മാരുടെയൊക്കെ പകുതി എൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ എൻ്റെ പകുതി അവരാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പിതൃതർപ്പണം അങ്ങനെയുള്ളൊരു ചടങ്ങായിട്ട് കണ്ടാൽ മതി. ഒരു കൃതജ്ഞതാബോധത്തിൻ്റെ, കർമ്മരൂപത്തിൻ്റെ ഭാവമായിട്ട്. ദർഭ എന്നത് ഹിന്ദു വൈദിക കർമ്മ പാരമ്പര്യത്തിൽ പവിത്രമായൊരു പുല്ലാണ്. ശുദ്ധീകരണം, സങ്കല്പം, തർപ്പണം, എല്ലാ കർമ്മങ്ങളിലും അതിന് സ്ഥാനമുണ്ട്. ആത്മീയമായി കാണുമ്പോൾ ദർഭ നമ്മോട് പറയുന്നത് ദൃശ്യമായതും അദൃശ്യമായതും തമ്മിലുള്ള ഒരു ബന്ധം. ശരീരം ഇല്ലാത്തതുകൊണ്ട് ബന്ധമില്ലാതാകുന്നില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ദർഭയ്ക്ക് സാധിക്കുമെന്നാണ്. ദർഭപ്പുല്ല് കാണുമ്പോഴേ അതാ ഓർമ്മ വരിക. ദർഭയിൽ ബന്ധിതമായ പവിത്ര കെട്ടഴിയുമ്പോൾ മനുഷ്യൻ തൻ്റെ പൂർവികരോടുള്ള ബന്ധത്തിൻ്റെ ഒരു കെട്ട് തിരിച്ചറിയുകയാണ്. ആത്മാവിൻ്റെ തലയിൽ വേർപാട് എന്ന് പറയുന്നൊരു ചിന്ത നമ്മുടെ ഭഗവത്ഗീതയിലെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെ ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത്, ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നാണ്. മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം, അച്ഛൻ പോയി, അമ്മ പോയി, ഭർത്താവ് പോയി, ഭാര്യ പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ കാണുന്ന ശരീരം പോയെങ്കിലും സ്നേഹം പോയിട്ടില്ല, മൂല്യങ്ങൾ പോയിട്ടില്ല, ഓർമ്മകൾ പോയിട്ടില്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവിതധാര അവസാനിക്കുന്നതുവരെ അവരൊക്കെ ജീവിക്കുന്നുവെന്ന് നമ്മളെ ഉണർത്തിപ്പറയുന്ന, ശരീരത്തിൻ്റെ നശ്വരതയിലും ആത്മാവിൻ്റെ അനശ്വരതയിലും ഒരേ സമയം വിശ്വസിക്കുകയും അറിയുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ജീവിത പാഠമാണ് പിതൃതർപ്പണം. അതുകൊണ്ട് ഒരു ഭാഗത്തത്, രണ്ടാമത്തെ ഭാഗത്ത് രാമായണ പാരായണം എന്നത് പഴയ കാർഷിക കേരളത്തിൻ്റെ പ്രയാസമേറിയ കാലത്ത് മഴയും രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അനിശ്ചിതത്വവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് പ്രതീക്ഷ വേണം. അത് പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീടുകളിൽ സന്ധ്യാസമയത്ത് രാമായണ പാരായണം, അതിൻ്റെ മാനസികമായ ശാരീരികമായ പ്രസക്തി, രാജ്യം നഷ്ടപ്പെട്ട രാമൻ, ഭർത്താവിൽ നിന്ന് വിട്ടുപോയ സീത, സഹോദരനോടൊപ്പം വനത്തിലിറങ്ങിയ ലക്ഷ്മണൻ, മകൻ്റെ വിരഹത്തിൽ ദുഃഖിക്കുന്ന ദശരഥൻ, ദുഃഖങ്ങളുടെയൊക്കെ ഒരു കാലമാണ്. അധികാരം കിട്ടിയിട്ടും സിംഹാസനത്തിൽ ഇരിക്കാത്ത ഭരതൻ, സ്വന്തം ശക്തി മറന്നുപോയ ഹനുമാൻ, അധർമ്മത്തിൻ്റെ ശക്തിയിൽ മഥിച്ച രാവണൻ. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ പ്രതിസന്ധികളെയൊക്കെ മഹാകാവ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പ്രതിസന്ധി വന്നാൽ കഥ അവസാനിക്കില്ല. വനവാസം അവസാനമല്ല, സീതാപഹരണം അവസാനമല്ല,
യുദ്ധം പോലും അവസാനമല്ല. ധർമ്മത്തിൻ്റെ ബോധം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം മുന്നോട്ട് പോയാൽ, ധാർമ്മികമായി മുന്നോട്ട് പോയാൽ ജീവിതത്തിന് വീണ്ടും ക്രമം കണ്ടെത്താം എന്ന നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കാലം. അങ്ങനെ വ്യത്യസ്തമായ ചിന്തകൾ രാമായണവും കേരളത്തിലെ കുടുംബവും ഒന്നിനൊന്ന് വിട്ടുപോകാതെ വീടുകളിൽ അമ്മമാർ വായിച്ചു, മുത്തശ്ശിമാർ വായിച്ചു, കുട്ടികൾ വായിച്ചു, അല്ലെങ്കിൽ കുട്ടികളത് കേട്ടു, കുടുംബം ഒരുമിച്ചിരുന്നത് കേട്ടു. ഒരു കുടുംബ പാഠപുസ്തകമായിട്ട്, ഒരു ഫാമിലി ടെക്സ്റ്റായിട്ട് രാമായണത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ കുട്ടികൾ പരിചയപ്പെട്ടത് രാമനെ മാത്രമല്ല, സഹോദര ബന്ധം എന്താണ്, ദാമ്പത്യം എന്താണ്, ത്യാഗം എന്താണ്, അധികാരം എങ്ങനെ കൈകാര്യം ചെയ്യണം, വാക്കെങ്ങനെ പാലിക്കണം, അഹങ്കാരം എവിടേക്കാണ് നയിക്കുന്നത്, സൗഹൃദം എന്താണ്, നേതൃത്വം എന്താണ്. തുഞ്ചത്തെഴുത്തച്ഛൻ എന്തുകൊണ്ട് മലയാള ഭാഷയുടെ പിതാവായി എന്ന് ചോദിക്കുമ്പോൾ, മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കാൻ കാരണം ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്. മലയാള ഭാഷ സൃഷ്ടിച്ചത് എഴുത്തച്ഛനല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവായി? ഒരു ഭാഷ ഉണ്ടാകുന്നതും ഒരു ഭാഷ ജനതയുടെ ആത്മാവിനെ വഹിക്കുന്ന ശക്തമായ സാഹിത്യ ഭാഷയുടെ മാർഗത്തിലൂടെ വളരുന്നതും രണ്ടും രണ്ടാണ്. ഭാഷയുണ്ടായിട്ട് കാര്യമില്ല, അത് വളരണം. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, കിളിയെ അവസാനിപ്പിച്ചു തുടങ്ങിയ വാത്മീകി കിളിയുടെ ജന്മത്തിലൂടെ കഥ പറയിപ്പിച്ച എഴുത്തച്ഛൻ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ എന്ന് അനുഭവ ലോകം രാമായണ കഥയിലൂടെ മലയാളികൾക്ക് വീട്ടിനകത്തേക്ക് എത്തുമ്പോൾ മഹത്വം വളരെ വളരെ വലുതാണ്. എഴുത്തച്ഛൻ്റെ മഹത്വം, രാമായണത്തിലെ മലയാളികളുടെ ആത്മീയമായിട്ടുള്ള അനുഭവം, രാമായണത്തിൻ്റെ മഹത്വം, മലയാളികളുടെ മഹത്വം, കർക്കിടക മാസത്തിൻ്റെ മഹത്വം, എഴുത്തച്ഛൻ്റെ മഹത്വം എല്ലാം ഒന്നാണ്. രാമരാജ്യം ധർമ്മ അധിഷ്ഠിതമായിട്ടുള്ള ഭരണത്തിൻ്റെ പ്രതീകമായി കേരള ചരിത്രത്തിൽ രാജഭരണം, ക്ഷേത്ര കേന്ദ്രീകൃതമായ സമൂഹ ആചാരങ്ങൾ പരസ്പരം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലം. പഴയ രാജഭരണത്തിലേക്ക് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് എന്ത് ലഭിക്കുമെന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് രാജകൽപ്പന മൂലം മലയാളത്തിൽ എഴുതിയപ്പെട്ടിട്ടുള്ള രാമായണത്തെ പകർത്തി എഴുതി വീടുകളിൽ വായിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുള്ള രാജകൽപ്പന മലയാള ഭാഷയെ വളർത്താൻ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടക മാസം പിതൃകർമ്മങ്ങളുടെ, ഭഗവതി സേവയുടെ, ആചാരങ്ങളുടെ, ശരീരത്തിൻ്റെ ഔഷധം, മനസ്സിന് രാമായണം, പൂർവികർക്ക് തർപ്പണം, ഗുരുവിന് പ്രണാമം, ദൈവത്തിന് സമർപ്പണം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമായി. ഗുരു നമ്മളെ ജ്ഞാനപരമ്പരയുമായി ബന്ധിപ്പിക്കാൻ, പിതൃക്കൾ നമ്മളെ ജന്മപരമ്പരയുമായി ബന്ധിപ്പിക്കാൻ, ദൈവം നമ്മളെ അസ്തിത്വത്തിൻ്റെ മൂല്യമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ശക്തിയാണ്. അതിൻ്റെ പ്രസക്തി ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു എന്നറിയുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. പിതൃതർപ്പണത്തിൻ്റെ രാമായണത്തിലേക്കുള്ള ഏകസൂത്രം, നിൻ്റെ പിന്നിലുള്ളവരെ മറക്കരുത്, നിൻ്റെ മുന്നിലുള്ളവർക്ക് വഴി ധർമ്മത്തിലൂടെ ആക്കണം എന്ന് ഉദ്ബോധിപ്പിക്കാൻ ഭൂതകാലത്തിലെ പിതൃക്കളും ധർമ്മജീവിതത്തിലെ വർത്തമാനവും ആത്മബോധത്തിൻ്റെ കാലം തീരാത്ത മുന്നോട്ടുള്ള പോക്കും, നാം ആരാണ്, നീ ആരാണ്, വേരുകൾ അറിയുക, മുന്നോട്ടുള്ള വഴി അറിയുക. രാമായണം വായിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. ഇത് സ്മരണയുടെ മാസമാണ്, കൃതജ്ഞതയുടെ മാസമാണ്, കുടുംബത്തിൻ്റെ മാസമാണ്, ഗുരുവിൻ്റെ മാസമാണ്, പിതൃക്കളുടെ മാസമാണ്. ഒടുവിൽ ആത്മാവിനെ അന്വേഷിക്കുന്ന ഒരു മാസമായി കർക്കടകത്തെ കാണാൻ സാധിക്കുക. നന്ദി, നമസ്കാരം.